കാരണം ഞങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചു, ഞങ്ങൾ അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും ഒരു ക്രോസ് ഒരു നമ്മളോട് സംസാരിക്കാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തതിൽ ഞങ്ങൾക്ക് വളരെയധികം നിരാശയുണ്ട്. കാരണം മറ്റുള്ള വള്ളങ്ങൾ വരുന്നവർക്ക് തന്നെ ഞങ്ങളും അതുപോലെ പ്രിപ്പറേഷൻ ചെയ്തു വന്നതാണ്. അപ്പം ഞങ്ങളോടൊന്ന് ഒരു വാക്ക് ചോദിക്കാതെ ചെയ്തതിൽ ഏകപക്ഷീയമായിട്ട് കാര്യച്ചാൽ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുക അത് ശരിയല്ല. പക്ഷേ നിങ്ങൾ എല്ലാവരെയും കേട്ടു, എല്ലാവരുടെ മൊഴിയും നിങ്ങൾ നൽകിയ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് തീരുമാനം എന്നാണ് അപ്പീൽ ജൂറി കമ്മിറ്റി പറഞ്ഞത്. ആയിക്കോട്ടെ, അതും ഞങ്ങൾ അതിന് കാര്യകാരണ സഹിതം ഓരോ പോയിൻറ്സും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ 4 പോളുകൾ, ഈ 4 വള്ളങ്ങൾ ഇറങ്ങുന്ന പോളുകൾ കയറി ഇറങ്ങുമ്പോഴാണ് ആ വിജയിയെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അതിന് മുമ്പ് തന്നെയാണ് ഇവർ അദൃശ്യമായ ഒരു ഡിവൈസ് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അദൃശ്യമായ ഡിവൈസ് മനസ്സിലാകുന്നുള്ളത്. ആ അദൃശ്യമായ ഡിവൈസിൽ തൊടുമ്പോഴാണ് വിജയിയാകുന്നതെന്ന് പറയുന്നത്. അവിടെ നമുക്ക് വിശ്വാസമില്ല. അവിടെ അതെന്താ അദൃശ്യമായ വിശ്വാസം? അങ്ങനെ ഞങ്ങൾ നേരത്തെ പറയണ്ടേ, ഇത് വള്ളക്കാരോട് പറയണ്ടേ? ഇതിനകത്ത് അവർ പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത്, നമ്മളത് ചോദിച്ചിരുന്നു, അതായത് ഇങ്ങനെ ഡിവൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല, നെഹ്റു ട്രോഫി നിയമാവലി 11ാം വകുപ്പ് പ്രകാരമുള്ള ആ പോള് കടക്കണം എന്ന് തന്നെയാണ്, പോള് കടന്ന വള്ളത്തെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒളിമ്പിക്സിലൊക്കെ ഉള്ളതുപോലെ തന്നെ ടൈം അടിസ്ഥാനമായിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ടൈമിനെ സംബന്ധിച്ചുള്ള മൈക്രോ സെക്കൻഡ് പ്രധാനപ്പെട്ടതാണെന്നാണ് ജൂറി കമ്മിറ്റി. ഇതിനകത്ത് ഫൈനൽ എന്ന് പറയുന്നതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇവിടെ കൊടുത്തതിനകത്ത് വ്യക്തവും ശക്തവുമായ രീതിയിലുള്ള ഞങ്ങളുടെ ഭാഗമുണ്ട്. അത് ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ ഫൈനൽ എന്ന് പറയുന്നതിനകത്ത് ടൈം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമല്ല. ആദ്യം പോള് കടക്കുന്ന ആരാണോ അവരാണ് വിജയി. മനസ്സിലായില്ലേ? അതാണ് ശക്തമായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും മുന്നോട്ട് വെച്ച ഇതാണ്. ഞങ്ങൾ ആദ്യം ആര് കടക്കുന്നു അത് ഞങ്ങളെ തെളിയിച്ച് തരണം. അപ്പോൾ ഇവർ നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളിലുള്ള ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ബൈറ്റുകളിലുണ്ട് ഈ സാധനം. ഏതറിയോ? ഈ 13ാം ക്ലോസിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഇറക്കില്ല, NDBRൻ്റെ ഇറക്കിയ നിയമാവലിക്കകത്ത് ഈ പോള് കടക്കുക അതാരാണ് അവരാണ് വിജയി. അപ്പോൾ അവിടെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ആ വിജയെ പ്രഖ്യാപിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് ഇത്ര മണിക്കൂറുകൾ, ഇന്ന് 4 ദിവസമായിട്ട് ഇതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ഈ സമാന്തര ചർച്ചകൾ നടന്നിട്ട് പോലും ഇതിൻ്റെ 10 ദിവസം കഴിഞ്ഞിട്ട് ഇത്ര സമാന്തര ചർച്ചകൾ നടന്നിട്ട് പോലും കൃത്യമായിട്ട് ഇവർക്ക് ഒരു ഫലം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ നിമിഷം അവർ ചെയ്തിരിക്കുന്നത് ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ കൊടുത്ത വാദത്തെ അവർ കേട്ടു. പക്ഷേ അതിന് ഞങ്ങളോടൊരു മറുപടി പറയാതെ വീണ്ടും നെഹ്റു ട്രോഫിയിൽ എന്ത് നടന്നു അത് തന്നെ ഇവിടെ വീണ്ടും നടന്നിരിക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട പരാതി തള്ളിയിരിക്കുകയാണ് ജൂറി ഓഫ് അപ്പീൽ. ഇന്നത്തെ യോഗത്തിന് ശേഷം വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയത്. എന്നാൽ അതിൽ വില്ലേജ് ബോട്ട് ക്ലബിന് വിയോജിപ്പുണ്ടെന്നാണ് അവർ പറയുന്നത്.